ഷെറിന്റെ മോചനത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന് പങ്ക്. ഗണേഷ് ഇടപെട്ടാണ് ഷെറിന് മോചനം ഒരുക്കുന്നതെന്ന് ജ്യോതികുമാർ ചാമക്കാല. ചെറിയനാട് ഭാസ്കരൻ കാർണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷെറിനെ ജയിൽ മോചിതനാക്കുന്നതിന് പിന്നിൽ ഉന്നത സ്വാധീനമുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല രംഗത്തെത്തി. ഗണേഷ് ഇടപെട്ടാണ് ഷെറിന് മോചനത്തിനുള്ള വഴിയൊഴുക്കുന്നതെന്നാണ് ആരോപണം. ഇതോടെ വിഷയം രാഷ്ട്രീയമായി മാറി. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ ഗണേഷ് കുമാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഷെറിൻ പത്തനാപുരം സ്വദേശിയാണ്. ഇവരെ സംബന്ധിച്ച പരോൾ ലഭിച്ച സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് KB ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരി പ്രദീപാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെ, പ്രദീപ് കൂടെ പോയതിന്റെയും CCTV ദൃശ്യങ്ങൾ പത്തനാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ എന്നാണ് ജ്യോതികുമാറിന്റെ വെല്ലുവിളി. ഇതിനിടെ കേസിലെ മന്ത്രിതല ഇടപെടൽ ആരോപണവുമായി കാരണവരുടെ ബന്ധുവും കേസിലെ ഒന്നാം സാക്ഷിയുമായ അനിൽ ഓണംപള്ളിയും രംഗത്ത് വന്നു. ഒരു മന്ത്രിയുടെ പങ്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതെന്ത് സന്ദേശമാണ് നൽകുന്നത്? സ്വാധീനമുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാമെന്നാണോ എന്നും അനിൽ ചോദിച്ചു. പത്തനാപുരം സ്വദേശിനിയായ ഷെറിനെ വിട്ടയക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. 2009 ചെങ്ങന്നൂർ ചെറിയനാട്ട് നടന്ന കൊലപാതകത്തിൽ കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനെയും കാമുകനെയും മറ്റു 2 പേരെയുമാണ് ശിക്ഷിച്ചത്. 3 ജീവപര്യന്തമായിരുന്നു ഷെറിനുള്ള ശിക്ഷ. ഇതിൽ 14 വർഷം ജയിലിൽ പൂർത്തിയാക്കി. ഇതും സ്ത്രീയും അമ്മയെന്നും പരിഗണിച്ചാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള സർക്കാർ നടപടി. മറ്റു പ്രതികൾ ജയിലിൽ തുടരും. എന്നാൽ 20 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന സ്ത്രീകളുണ്ടെന്ന് അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഷെറിന് ഒട്ടേറെ തവണ പരോൾ കിട്ടിയത് അനധികൃതമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വത്തിന്റെ ഒരു ഭാഗം ഷെറിന് നൽകിക്കൊണ്ട് തയ്യാറാക്കിയ വിൽപത്രം ഭാസ്കരൻ കാർണവർ പിന്നീട് റദ്ദാക്കിയതാണ് കൊലയ്ക്കുള്ള മുഖ്യ കാരണം.